രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ഇരകൾ പോലീസിന് മൊഴി നൽകിയേക്കും. ഗർഭചിത്രം നടത്തിയ പെൺകുട്ടി ഉൾപ്പെടെ മൊഴി കൊടുക്കാൻ സാധ്യതയുണ്ട്. മൊഴി നൽകാമെന്ന് ഇവരൊക്കെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോട് സമ്മതിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. റിനു ശ്രീധർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. റിനു, ഗുഡ് മോർണിംഗ്. റിനു, ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിക്കുന്നതോടെ ചില പെൺകുട്ടികളെങ്കിലും മൊഴി കൊടുക്കുമെന്നുള്ള പ്രതീക്ഷ ഉദ്യോഗസ്ഥന്മാർക്കുണ്ട് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എന്നാൽ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം നമുക്കറിയുകയും ചെയ്യാം. ഗുഡ് മോർണിംഗ്. എസ് കെ എൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ നിയമിച്ചുകൊണ്ട് ക്രൈംബ്രാഞ്ച് ഈ ഒരു അന്വേഷണം ഏറ്റെടുക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഒരു പ്രഖ്യാപനം നടത്തി, അല്ലെങ്കിൽ വ്യക്തമാക്കി. അതിനുശേഷമാണ് FIR രജിസ്റ്റർ ചെയ്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ഈ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളത്. പ്രധാനമായും ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ഒരു വെല്ലുവിളിയായിട്ട് ഉണ്ടായിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് FIR രജിസ്റ്റർ ചെയ്തെങ്കിലും ഇരകളുടെ മൊഴി രേഖപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ FIR നിലനിൽക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഇവരെ പ്രത്യേക അന്വേഷണ സംഘത്തിലെ അല്ലെങ്കിൽ പ്രത്യേക രീതിയിൽ ഒരു അന്വേഷണം നടത്തി ഇവരുമായി സമീപിച്ചിരുന്നു, സംസാരിച്ചിരുന്നു. അതിനെ തുടർന്ന് ഇവർ മൊഴി നൽകാമെന്നൊരു ഉറപ്പ് നൽകുകയും ചെയ്തു എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഏകദേശം 19ഓളം പരാതികളാണ് വിവിധ ഇടങ്ങളിലായി വിവിധ ആൾക്കാർ നൽകിയിരിക്കുന്നത്. പക്ഷേ ഇരകളാരും തന്നെ നേരിട്ട് പരാതി നൽകിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇരകളുടെ മൊഴിയാണ് ഇതിൽ പ്രധാനം. ഈ ഗർഭചിത്രം നടത്തി എന്ന് പറയപ്പെടുന്ന മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിലെത്തി മൊഴി നൽകുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇന്നോ നാളെയോ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിലെത്തുകയോ അല്ലെങ്കിൽ നേരിട്ട് അവരുടെ അടുത്തേക്ക് എത്തിയോ മൊഴി രേഖപ്പെടുത്തുവാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു വിവരവും ലഭിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് FIR-മായി ബന്ധപ്പെട്ടുള്ളതാണ്. 3 വിധത്തിലുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഈ 3 വകുപ്പുകളിലും 3 വർഷം വരെ തടവ് ലഭിക്കുന്ന ശിക്ഷകളാണ്, അല്ലെങ്കിൽ ശിക്ഷ ലഭിക്കുന്ന വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ ഒരു മൊഴികൾ കൂടി ലഭ്യമാകുന്നതോടുകൂടി വലിയ രീതിയിലുള്ള ഒരു കുരുക്ക് മുറുകും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഓക്കെ, താങ്ക് യു. റിനു ശ്രീധരാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.